എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷം, ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ പേരൊക്കെ എന്നെ മറന്നു കാണും. കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും നിലവിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 5 വർഷം മുന്നേ ഉണ്ടാക്കിയ വീഡിയോസ് ഇപ്പോഴും കാണാൻ ആൾക്കാരുണ്ട് എന്ന് ഒരു ദിവസം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ മനസ്സിലായതിനു ശേഷം പുതിയ തരം വീഡിയോസുമായിട്ട്, പുതിയ തരം കണ്ടൻറ്റുമായിട്ട്, പുതിയൊരു സ്റ്റൈലുമായിട്ട് തിരിച്ച് യൂട്യൂബിലേക്ക് വന്നാലോ എന്ന് ആലോചിച്ച് തുടങ്ങിയത്. ഞാൻ 2020 കോവിഡിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത്, ജോലി കിട്ടിയതിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക എന്ന് കരുതിയിട്ടാണ് അന്നത്തെ സമകാലിക വിഷയങ്ങളിലൊക്കെ കുറച്ച് സംസാരിച്ചിട്ട് ഉള്ളൊരു ചാനലായിട്ട്. അന്ന് പെൺകുട്ടികൾ അങ്ങനത്തെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്നതില്ലായിരുന്നു. ഒരു 2019-20 ആ സമയത്ത് കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ അന്ന് കുറവായിരുന്നു. അപ്പം വെറൈറ്റി ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് അന്ന് അങ്ങനെ തുടങ്ങിയതായിരുന്നു. പിന്നെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയി. പിന്നെ ജോലിക്ക് ജോയിൻ ചെയ്തു ഒക്ടോബർ 2020. അതിനുശേഷം പിന്നെ പുതിയൊരു എൻവയോൺമെൻറ്റായി. ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയം യൂട്യൂബിന് വേണ്ടി കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. 2020 ഛത്തീസ്ഗഡിൽ അസീം പ്രേംജി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനിൽ ഒരു സയൻസിൻ്റെ ടീച്ചർ ട്രെയിനറായിട്ടാണ് ഞാൻ കയറുന്നത്. പിന്നെ ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഹൈദരാബാദിലാണ് കറൻ്റ്. ഇന്നത്തെ കാലത്ത് ഇപ്പം 5 വർഷത്തിൻ്റെ ഇപ്പുറം യൂട്യൂബിൻ്റെ രീതി മാറി, കണ്ടൻറ്റുകളുടെ രീതി മാറി, ഞാൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസിൻ്റെ ടൈപ്പ് മാറി, ട്രെൻഡ് മാറി. കുറച്ചും കൂടി നാച്ചുറലായിട്ട് സംസാരിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ടോക്സൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല പൊതുവെ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോയിൽ കൂടെ ആണെങ്കിൽ പോലും നല്ല റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇന്ന് നിലവിൽ. അപ്പം പിന്നെ ഞാൻ അതുപോലത്തെ യൂട്യൂബ് ചാനൽസൊക്കെ ആയിട്ട് എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, മുന്നോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. കുറച്ച് കാലം ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ എൻ്റെ സജസ്റ്റ് ചെയ്യായിരുന്നു, വീണ്ടും യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യ്, ഇതുപോലത്തുള്ള കണ്ടൻറ്റൊക്കെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനും ഒക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും ഛത്തീസ്ഗഡ് വിട്ടിട്ട് ഞാനിപ്പോൾ ഹൈദരാബാദിലേക്ക് മാറി. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പം അതിനുശേഷം ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് വീണ്ടും യൂട്യൂബ് ചാനലൊന്ന് പൊടി തട്ടി എടുക്കണമെന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചാനലിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലത്തെ കറൻറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എൻ്റെ മെയിൻ ഒരു ഏരിയ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു ശ്രമം നടത്തും. അത് സക്സസ് ആവണമെങ്കിൽ ആ രീതിയിൽ. പിന്നെ എല്ലാ സൺഡേസും ഞാൻ ഇവിടെ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. ബേർഡ് വാച്ചിങ്, അങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. 3-4 ടൈപ്പ് വീഡിയോസ് യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി മുന്നോട്ട് ഒരു 10 കൊല്ലത്തിന് ശേഷം യൂട്യൂബ് ചാനൽ നോക്കുന്ന സമയത്ത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ ചിന്താഗതികൾ മാറും, പേഴ്സ്പെക്റ്റീവ് മാറും, നമ്മൾ ഒരേ ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്ന രീതി മാറും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുത്തൻ കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ദിസ് ഇസ് ശ്രുതി ഫ്രം സോഫ ഫെലിക്സ് ഓൾ.